أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وآله وصحبه أجمعين. اللهم اغفر لنا وارحمنا لوالدينا ولمشايخنا ولأساتذتنا ولمشايخنا ولأساتذتنا ولمصنف هذا الكتاب وشارحه ومحشيه وسائر المصنفين والمؤمنين وانفعنا بعلمه يا رب العالمين. أما بعد، فيقول المصنف رحمه الله: ونعوذ بك من شرة اللسن وفضول الحذر، كما نعوذ بك من معرة الأكل وفضوح الحصر. ونعوذ بك لنور ഞങ്ങൾ കാവൽ ചോദിക്കുന്നു. മിൻ ശിറത്തിൽ ലസനി. ലസൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം വാചാലതായതാണ്. ലസിന യൽസനു എന്ന പേര്. ലസിന യൽസനു ലസനൻ. ഫുലാനുൻ ബയ്യിനുൽ ലസൻ. ഇന്നാലിനാള് ബയ്യിനുൽ ലസനാണ്. അപ്പോൾ വാക്ക് സാമർഥ്യം നല്ലുള്ള ആളാണ്. ലസിന യൽസനു ലസനൻ. ഷിറത്ത് എന്ന് പറഞ്ഞാൽ അത് നഷാത്ത് അല്ലെങ്കിൽ ശക്തി എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അതിനുള്ളതാണ് ഷററ്. തീപ്പൊരിക്ക് ഷററ് എന്ന് പറയും, ഷറാറ് എന്ന് പറയും. ഒരു തീപ്പൊരിക്ക് ഷററത്ത് അല്ലെങ്കിൽ ഷറാറത്ത് പറയും. തീപ്പൊരികൾക്ക് ഷററ് അല്ലെങ്കിൽ ഷറാറ് എന്ന് പറയും. ഇന്നഹാ തർമീ ബിശററിൻ അൽ ഖസ്ർ കഅന്നഹാ ജമാലത്തുൻ സുഫർ. അല്ലേ? ഇന്നഹാ തർമീ ബിശററിൻ. നരകം എന്ത് ചെയ്യും? ഈ തീപ്പൊരി കൊണ്ട് എറിയും. കൽ ഖസ്ർ, കോട്ടകളെ പോലെ, അതിൻ്റെ വലിപ്പത്തിൽ കോട്ടകളെ പോലെ. കഅന്നഹാ ജിമാലത്തുൻ സുഫർ. ജിമാല എന്ന് പറഞ്ഞാൽ എന്താ? ജമലിൻ്റെ ജമ്മ ജിമാല. ഹജറിന് ഹിജാറ എന്ന് പറഞ്ഞാൽ ഇത് ജമലിന് ജിമാല. കഅന്നഹാ ജിമാലത്തുൻ. ആ തീപ്പൊരികൾ ഏതുപോലെയാണ്? ഒട്ടകങ്ങളെ പോലെയാണ്. ജിമാലത്തുൻ സുഫർ. സുഫറായ മഞ്ഞ നിറത്തിലുള്ളതായിരിക്കുന്ന ഒട്ടകങ്ങളെ പോലെയാണ് ആ തീപ്പൊരികൾ. അപ്പോൾ അവിടെ ഇന്നഹാ തർമീ ബിശററിൻ. ഷററ്, ഷറാറത്ത്, ഷററ് എന്നും പറയും, ഷറാറ് എന്നും പറയും. അത് ഇസ്മു ജിൻസ് ജംഇയ്യാണ്. അതായത് മൂന്നോ അതിൽ കൂടുതലുള്ളതിനെ കൊണ്ട് പറഞ്ഞാണ്. അതിൽ താഴ് കയറ്റിക്കാണ്ട് ഷററത്ത് അല്ലെങ്കിൽ ഷറാറത്ത് പറഞ്ഞാൽ ഒറ്റയായി. അപ്പോൾ ഇന്നഹാ തർമീ ബിശററിൻ കൽഖസർ. അതിനുള്ളതാണ് ഈ ഷിറത്ത്. അപ്പോൾ ഷിറത്ത് എന്ന് പറഞ്ഞാൽ ഗൗരവം അല്ലെങ്കിൽ ശക്തി. അപ്പോൾ വാചാലതൻ്റെ ശക്തി, അങ്ങേയറ്റത്തെ വാചാലത ഉണ്ടാകുക. അതിൽ നിന്ന് ഞാൻ കാവലിനെ ചോദിക്കുന്നു. അത് അപകടമാണ്. നല്ല വാചാലത ഉണ്ടായാലേ ഓന് പോച്ചത് ഓന് പറയാൻ കഴിയും. ഒന്നാമതായിട്ട് അവന് അഹങ്കാരം ഉണ്ടാവില്ല, ആരും ഉണ്ടാവില്ല എന്നുള്ള തോന്നലുണ്ടാവും. എന്ന് മാത്രമല്ല, അവന് എന്തും ചെയ്യാൻ കഴിയും. അപ്പോൾ ഹക്ക് ബാത്തിലാക്കാൻ കഴിയും, ബാത്തില ഹക്കാക്കാൻ കഴിയും. അങ്ങനെ പാവങ്ങളെ എതിരിൽ കോടതിയിലൊക്കെ വാദിച്ചു കണ്ട് അവനെന്ത് ചെയ്യാൻ, പിന്നെ അവകാശങ്ങൾ തെറ്റിയെടുക്കാൻ കഴിയും. അപ്പം അങ്ങനെ പല ആപത്തുകളും ഏതുകൊണ്ടുണ്ട്? അമിതമായ വാചാലത കൊണ്ടുണ്ട്. അതുകൊണ്ട് വാചാലതയുടെ ശക്തിയെ തൊട്ട്, അതായത് അങ്ങേയറ്റത്തെ വാചാലയെ തൊട്ട് നമ്മൾ കാവൽ ചോദിക്കുന്നു. ഉണ്ടോ? പിന്നെന്തിനെ തൊട്ടും? ഫുദൂലിൽ ഹദരി. ഹദർ, ഹദയാൻ എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇത് ഹദർ എന്ന് പറഞ്ഞാൽ പിച്ചും പേയും പറഞ്ഞാൽ വർക്കത്തിനൊക്കെ ഓരോരുത്തർ ഓരോന്ന് പറയില്ലേ, അല്ലെങ്കിൽ ഭ്രാന്തന്മാർ പറയില്ലേ, അങ്ങനത്തെ വാക്കിനൊക്കെ എന്ത് പറയും? അങ്ങനത്തെ വാക്കിന് ഹദർ എന്ന് പറയും. ഹദറ യഹുദുറു. ഹദർ എന്ന് പറഞ്ഞാൽ
പിന്നെ നിരർത്ഥകമായ വാക്ക് ഉണ്ടോ? ഹദറു എന്നും പറയാം, ഹദയാനു എന്നും പറയാം. ഇന്നഹു യഹ്ദുറു ഔ ഇന്നഹു യഹ്ദി. ഹദാ യഹ്ദി പറഞ്ഞാലും ഹദറ യഹ്ദുറു പറഞ്ഞാലും ഒക്കെ എന്താണ് വിശിയും പേയും പറയാം. ഹുദൂലിൽ ഹദർ. അങ്ങനെ അമിതമായി പിച്ചിമയും പറയുന്ന ആൾക്ക് എന്താ, അമിതമായി പറയുന്ന ആൾക്ക് എന്താ അറിയാമോ? മിഹ്ദാർ. ഫുലാൻ മിഹ്ദാർ, അല്ലെങ്കിൽ ഹുദറത്ത് എന്ന് പറയും. ഹുമദ ലുമദ എന്നൊക്കെ പറഞ്ഞ മാതിരി ഹുദറ എന്ന് ഒക്കെ പറയും. അപ്പോൾ ഫുദൂല് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അസ്ലുമായ സിയാദത്ത് എന്നാണെങ്കിലും ഫളല എന്ന് പറഞ്ഞാൽ ദാദാന്നാണ് എൻ്റെ അർത്ഥം. ഫളീലത്ത് ഫള് എന്നൊക്കെ പറഞ്ഞാൽ സിയാദത്ത് വർദ്ധനവ് എന്നാണല്ലോ. പക്ഷേ ഉർഫില് ഫുദൂല് എന്ന് പറഞ്ഞത് സംസാരം ആവശ്യത്തിന് കവിഞ്ഞ് സംസാരിക്കുന്നതിനാണ് ഫുദൂല് എന്ന് പറഞ്ഞത് ഉണ്ടോ. അപ്പോൾ ഫുദൂലുൽ ഹദരി എന്ന് പറഞ്ഞാൽ ഇളാഫത്ത് വയാനിയായ ഇളാഫത്താണ്. കാരണം ഫുദൂലും ഹദറും ഒക്കെ ഒരു മഅനാക്ക് തന്നെ. കമാൻ അഊദുക മിൻ മഅറത്തിൽ ലകൻ. കമാൻ അഊദു ബിക്കാനോട് ഞങ്ങൾ കാവൽ ചോദിക്കുന്നത് പോലെ മിൻ മഅറത്തിൽ ലകൻ ഉണ്ടോ. ലക്കൻ എന്ന് പറഞ്ഞാൽ ലസൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ലക്കൻ. ലക്കൻ പറഞ്ഞാൽ നമ്മൾ കൊഞ്ഞപ്പെടാന്നൊക്കെ പറയില്ലേ, കൊഞ്ഞ സംസാരിക്കാൻ കഴിയാതൊക്കെ അതിനാണ് ലക്കനാന്നത്. അതിൻ്റെ പേരും ലക്കിന എൽഖനു. ലഖന് എന്നും പറയും, ലുഖ്നത്ത് പറയും. ഫുലാൻ ബിഹി ലുഖ്ന ഔ ബിഹി ലക്കൻ ഫഹുവ അൽക്കൻ. ആണാണെങ്കിൽ അൽക്കന് പറയും. വൽ ഉൻസ ലഖ്ന. അപ്പോൾ അൽഖൻ എന്ന് പറഞ്ഞാൽ എന്താ, സംസാര കഴിവില്ലാത്ത ആള് ഉണ്ടോ. അപ്പോൾ കമാൻ അഴുതുപിക്കാരനോ കാവൽ ചോദിക്കും പോലെ തന്നെ മഅറത്തുൽ ലക്കനി. മഅറത്തുൽ ലക്കൻ. മഅറത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, ഐബ് ഉണ്ടോ. ലക്കന് എന്ന് പറഞ്ഞാൽ ഐബ്. മഅറത്തിന് മഅറത്തിന് ഐബ് എന്ന് അർത്ഥമുണ്ട്, കുറ്റം എന്നുള്ള അർത്ഥമുണ്ട്. ലൗലാ റിജാലുൻ മുഅ്മിനൂന വനിസാഉ മുഅ്മിനാത്തുൻ. ബാക്കി മതി ഹാഫിളീങ്ങൾ. ബാക്കി മഅറത്തുൻ. അപ്പോൾ മുഅ്മിനീങ്ങൾ കുറേ മുഅ്മിനീങ്ങളാണെന്ന് അറിയാത്ത ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ട്. അവരെ അറിയാതെ നിങ്ങൾ എന്ത് ചെയ്യും, അവരങ്ങൾ ആക്രമിച്ചു പോകും. ആ മഅറത്തിനെ പേടിച്ചിരുന്നില്ലെങ്കിൽ മൊത്തം മക്കക്കാരോട് മുഴുവനും യുദ്ധം പ്രഖ്യാപിക്കുമായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. അപ്പോൾ മഅറത്ത് അപ്പം കണ്ടോ, ഇവിടെ മനസ്സിലാക്കണം. എന്താ മനസ്സിലാക്കേണ്ടത്? ലസിനയൽസനു ലസന്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ലഖിനയൽക്കനു ലക്കന്. ലസന് ലക്കന്. പിന്നെ ലുഖ്നത്ത് ലക്കന് ലുഖ്നത്ത് എന്നും പറയും. മനസ്സിലായില്ലേ? ഇത് രണ്ടും കൂടി ഇവിടെ ഒരുമിച്ച് കൂട്ടി. രണ്ടും കൂടി അത് പരസ്പര വിരുദ്ധങ്ങളായ അർത്ഥങ്ങൾ ഒരുമിച്ച് കൂട്ടുന്നതിന് ബലാഗത്തിൽ അഥവാ ഇൽമുൽ ബദീഇൽ അതിനുള്ള പേരാണ് സിബാഖ് അല്ലെങ്കിൽ മുതാബഖത്ത് എന്ന് പറയുന്നത്. ഉണ്ടോ? സിബാഖ് മുതാബഖത്ത് സാഹിത്യകാരന്മാരെ സംസാരത്തിൽ അധികം ഉണ്ടാവും. അല്ലാഹു തആല പറഞ്ഞു തഹ്സബുഹും ഐഖാദൻ വഹും റുഖൂദ്. തഹ്സബുഹും ഐഖാദൻ, കണ്ടാൽ ഓലെന്താണ്, ഓല് പിന്നെ ഉറങ്ങിക്കിടക്കുന്നവരാണ്, ഉണർന്നിരിക്കുന്നവരാണ് തോന്നും. പക്ഷേ ഓലെ ഉറങ്ങിക്കിടക്കുന്നവരാണ് യഥാർത്ഥത്തിൽ. അപ്പോൾ ഐഖാദ് റുഖൂദ്. ഐഖാദ് പറഞ്ഞാൽ യഖീനിൻ്റെ ജമ്മാണ്. യഖീദ് യഖ്ദാന് എന്നൊക്കെ പറഞ്ഞാൽ, യഖ്ദത്ത് എന്നൊക്കെ പറഞ്ഞാൽ, ഖദത്ത് പറഞ്ഞാൽ ഉണർച്ച അല്ലേ. യഖീദ് ഐഖാദ്. റുഖൂദ് റാഖീദിൻ്റെ ജമ്മാണ്. റാഖീദ് ഉറങ്ങുന്നവൻ. അപ്പോൾ അല്ലാഹു തആല രണ്ടിൻ്റെ ഇടയിൽ ഒരുമിച്ച് കൂട്ടി ഇതിനെന്താ പറയുക? സിബാഖ് എന്ന് പറയും, അല്ലെങ്കിൽ മുതാബഖത്ത് എന്ന് പറയും, അല്ലെങ്കിൽ മുഖാബലത്ത് എന്ന് പറയും. അതൊക്കെ പറയുന്നതായിരിക്കും സംഗതിയാണ്. ഉണ്ടോ? അങ്ങനെ ഒരുപാട് ഖുർആനിലുണ്ട്. ലഹ മാ കസബത്ത് വഅലൈഹ മാ കസബത്ത്. ലഹ വഅലൈഹ. യുഹീ വയുമീത്. യുഹീ വയുമീത്. വേറെ ആയത്തിൽ ലാ യഅലമൂൻ യഅലമൂന ളാഹിറൻ മിനൽ ഹയാത്തി ദുനിയ. ലാ യഅലമൂൻ യഅലമൂൻ.
എന്ന് പറഞ്ഞാൽ പരസ്പരം ഒരുമിച്ച് കൂട്ടുന്നതിനെ പറ്റി പരസ്പര വിരുദ്ധങ്ങളായ അർത്ഥങ്ങൾ ഒരുമിച്ച് കൂട്ടുന്നതിന് തിബാഖ് മുതാബഖത്ത് എന്നൊക്കെ പറയും. അപ്പോൾ മുസാനിഫിൻ്റെ കലാമിൽ എന്തുണ്ട്? തിബാഖ് ഉണ്ട് കേട്ടോ. പിന്നെ അങ്ങോളം മുസാനിഫിൻ്റെ കലാമിൽ എന്തുണ്ട്? സെജഉണ്ട്, പ്രാസൊപ്പിച്ചുകൊണ്ടുള്ള സംസാരമാണ്. നോക്കി, പിന്നെ മീൻ ഷിറത്തിൽ ലസൻ കമാൻ അഊദു ബിക മിൻ മഅറത്തിൽ ലകൻ. ആർക്കങ്ങനെ ഒപ്പിച്ചാൽ പറയാം. ഇതന്നെയാണ് മനുഷ്യന്മാരെന്ത് ഇതുപോലെ ഉണ്ടാക്കാൻ നോക്കിയിട്ട് എല്ലാവരും പരാജയപ്പെടും. മിൻ മഅറത്തിൽ ലകൻ വഫുദൂഹിൽ ഹസർ വഫുദൂഹിൽ ഹസരി. പിന്നെ ഹസർ വാളിയാകുക. ഹസർ എന്ന് പറഞ്ഞാൽ സംസാര കഴിവുകൾ, സംസാരത്തിൻ്റെ കഴിവുകളിനും ഹസർ എന്ന് പറയും. ഹൃദയത്തിലുള്ള കുടിസനും ഒന്നിനും കഴിയാത്തൊരവസ്ഥ ഉണ്ടാവുമല്ലോ. ഹസരത്ത് സുദൂറുക്കും ബാക്കി മതി. ഹസരത്ത് സുദൂറുക്കും അയ്യുഖാതിലൂക്കും ഒയുഖാതിലൂ കൗമക്കും. ഓർക്ക് ഇങ്ങളോട് യുദ്ധം ചെയ്യാനും കൗമിനോട് യുദ്ധം ചെയ്യാനും ഒന്നും മാനസികമായ ഒരു ധൈര്യമില്ലാതെ അവിടെ പറഞ്ഞ ഹസിറ. അപ്പം ഹസിറ യഹ്സറു ഹസർ എന്ന് പറഞ്ഞാൽ അത് വീക്കുൽ കൽബിനെ കൊണ്ട് ഹസർ എന്ന് പറയും. പിന്നെ ഖില്ലത്തുൽ കലാമിനെ കൊണ്ട് ഹസർ എന്ന് പറയും ഉണ്ടോ. ഫുദൂഹ് എന്ന് പറഞ്ഞാൽ ഫളഹ എന്ന് പറഞ്ഞാൽ പദം എവിടെ വന്നാലും അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? വെളിവായി എന്നായിരിക്കും ഉണ്ടോ. പക്ഷേ ഉറുഫിൽ ഫളഹ എന്നതിനെ പറയുള്ളൂ, പോരാത്തരം വെളിവാകുന്നതിനെ പറയുള്ളൂ. പോരാത്തരം വെളിവാകുന്നതിന് എന്തറിയും? വല്ലാത്തൊരു ഫളിഹത്തിലായി എന്നറിയും. എന്ന് പറഞ്ഞാൽ ഓൻ്റെ മസാവി, ഓൻ്റെ മായിബ്, ഓൻ്റെ നഖായിസ് വെളിവായി എന്നല്ല. ونستكفي بك الافتنان بإطراء المادح وإغضاء المسامح كما نستكفي بك الانتصاب لإزراء القادح وهتك الفاضح. പിന്നെ വനസ്തക്ഫി മിൻക, നിന്നോട് ഞങ്ങൾ കിഫായത്തിനെ ചോദിക്കുന്നു ഉണ്ടോ. ഏത് നഊദു ബിക മിൻ ശിറത്തിൽ ലസൻ എന്ന് പറഞ്ഞിട്ടുള്ള മിന്നോ, ആ മിന്ന് ഇബ്തിദാഇന്റെ മഅനാക്കാം. ഇബ്തിദാ മക്കാനിയായ ഇബ്തിദാ, അതിൽ കാവൽ ചോദിക്കുന്നു. അപ്പം ഞങ്ങൾ കാവൽ ചോദിക്കുന്നത് എവിടെ നിന്നുകാണ്ടാണ്? പിന്നെ ഷിറത്തുൽ ലസനിൽ നിന്നുകാണ്ടാണ്. ഷിറത്തുൽ ലസന് ഞങ്ങൾക്കുണ്ട്. ആ ഷിറത്തുൽ ലസന് അത് നീങ്ങി കിട്ടാൻ വേണ്ടി ഞങ്ങൾ കാവൽ ചോദിക്കുന്നു. അല്ലെങ്കിൽ മിന്നെന്തു ആക്കാം? ഇത് സബബിയായ മിന്നുവാക്കാം. സബബിയായ മിന്ന് കാവൽ ചോദിക്കാനുള്ള കാരണം അതാണ്. പക്ഷെ ആദ്യത്തെ മഴയാണ് ളാഹിറായ മഴ. നഊദു ബിക എന്ന് പറയുന്നത് ബാഗ് തഅദിയത്തിൻ്റെ ബാ ആണ്. ആദ യഊദു ബാഗ് കൊണ്ടേ വിട്ടുകിടക്കുള്ളൂ. നഊദുക എന്ന് പറയില്ല, നഊദു ബിക എന്നേ പറയുള്ളൂ. നഊദു പറഞ്ഞതിൻ്റെ അർത്ഥം നെൽതജിഉ എന്നാണ്. അറബുകൊണ്ട് താഴ്ത്തിയത്ത് ചെയ്യുമ്പോൾ താഴ്ത്തിയത്ത് തന്നെ ഒരു അർത്ഥമാണ്. എന്നോട് കാവൽ ചോദിക്കുന്നു, നുമുറുബിക്ക എൻ്റെ അരികെ നടക്കുന്നു. പിന്നെ വനസ്തക്ബീബിക, നിന്നോട് ഞങ്ങൾ കിഫായത്തിനെ ചോദിക്കുന്നു. കിഫായത്ത് പറഞ്ഞാൽ എന്താ? കഫാക്കല്ലാഹ്, അള്ളാഹു എന്നെ കാക്കട്ടെ. ഫസയക്ഫീകഹുമുല്ലാഹ്, അള്ളാഹു തആല ഓലെ ശർറിനെ തൊട്ട് തങ്ങളെ അള്ളാഹു കാക്കും. കഫായക്ഫിക്കുന്ന അർത്ഥമുണ്ട്, കാക്കുക എന്നുള്ള അർത്ഥമുണ്ട് ഉണ്ടോ. അപ്പോൾ നെസ്തക്ഫീക എന്ന് പറഞ്ഞാൽ സീനും താവും തലമിനാണ്. അപ്പോൾ കിഫായത്തിന് എന്നോട് ഞങ്ങൾ കിഫായത്തിനെ ചോദിക്കുന്നു, വിഖായത്തിനെ ചോദിക്കുന്നു, കാവലിനെ ചോദിക്കുന്നു. എന്തിനെ തൊട്ട് കാവലിനെ ചോദിക്കുന്നു? അൽ ഇഫ്തിനാന, ഫിത്നയാകലിനെ തൊട്ട്. എന്തുകൊണ്ട് ഫിത്നയാകുക? ബിഇത്റാഇൽ മാദിഹ്,
മാദിഹിൻ്റെ ഇത്രാഗ് കൊണ്ട്. ഇത്രാഗ് പറഞ്ഞാൽ അമിതമായി മദഹ് ചെയ്യാൻ അല്ലേ, അമിതമായി മദഹ് ചെയ്യുക. അത്റാ യുത്രി ഇത്റാഅൻ ഫഹുവ മുത്രിൻ, ഉത്രിയ ഇത്റാഅൻ ഫഹുവ മുത്റൻ അല്ലേ. ലാ തുത്റൂനി കമാ അത്റത്തിൽ നസാറ ഈസബിന് മറിയം. ഈസബിന് മറിയമ്മനെ നസാറാക്കൾ അമിതമായി മദഹ് ചെയ്തതുപോലെ നിങ്ങൾ എന്നെ അമിതമായി മദഹ് ചെയ്യരുത്. അതായത് ഞാനെന്താണ് ഒരു ദൈവപുത്രനാണ് എന്നോ അല്ലെ മൂന്നാലൊരു ഇലാഹാണ് എന്നോ അള്ളാഹുവിൻ്റെ അവതാരമാണ് എന്നൊന്നും നിങ്ങൾ പറയല്ലേ അല്ലേ. അപ്പോൾ അതാണ് അത്റ എന്ന് പറഞ്ഞാൽ എന്ത്, ബാലഗ ഫിൽ മദ്ഹീന്ന് ഉണ്ടോ. അപ്പോൾ എന്ത് ചെയ്യുക, വേറുള്ള ആളുകൾ നമ്മൾ അമിതമായിട്ട് മദ്ഹ് ചെയ്യുക, എന്നിട്ട് അതുകൊണ്ട് നമ്മൾ വഞ്ചിതരാകുക അല്ലേ. അപ്പോൾ വളരെ ഉഷാറാണ്, എന്താ ഇപ്പോൾ ആളുകളിനെ പറ്റി പറയണത്, അപ്പം ഞാൻ എൻ്റെ മേലെ ഒരാളുമില്ല എന്നൊക്കെ തോന്നൂലേ. അതിനെ തൊട്ട് കാവൽ ചോദിക്കുന്നു. ഇഫ്തിനാന് ഉണ്ടോ. ഇഫ്തിനാന് പറഞ്ഞാൽ എന്തെന്നുള്ളതാണ്, ഫതനി എന്നുള്ളതാണ്. ഫതന യഫ്തുനു, ഫതന ഫിത്തനയാക്കി, ഇഫ്തന ഫിത്തനയായി ഉണ്ടോ. ഇഫ്തിതാൻ എന്ന് പറഞ്ഞതിന് പര്യായ പദങ്ങൾ വേറെ കുറേ പര്യായങ്ങൾ നമുക്ക് പറഞ്ഞൂടെ. എന്തൊക്കെയാണ് പറയുക, അങ്ങനെ ഒരു പദം വരുമ്പോൾ പര്യായ പദങ്ങളെ പറ്റി ആലോചിക്കണം, ഓപ്പോസിറ്റ് പദങ്ങളെ പറ്റി ആലോചിക്കണം. അങ്ങനെ ആകുമ്പോൾ ലോകത്തിന് കഴിവുണ്ടാവുള്ളൂ. ഇഫ്തിനാൻ എന്ന് പറഞ്ഞാൽ ഫിത്തനയാകുക. ഫിത്തനയാകുക എന്നുള്ളതിന് വേറൊരു പദം പറഞ്ഞാട്ടെ, ഇഗ്തിറാർ അല്ലേ. ഇഗ്തിറാർ. വേറൊരു പദം പറഞ്ഞാട്ടെ, ഇൻഖിദാ അല്ലേ. ഖദഅ വഞ്ചിച്ചു, ഇൻഖദഅ വഞ്ചിതനായി. വറ പറ്റിച്ചു, ഇഗ്തറ വഞ്ചിതനായി. അപ്പോൾ ഇഗ്തിറാർ, ഇഫ്തിനാൻ, ഇൻഖിദാ ഇതൊക്കെ നമുക്ക് ഇവിടെ കൊണ്ട് കിട്ടും. അൽ ഇഫ്തിനാന ബിഇത്റാഇൽ ഖാദിഹ്, ബിഇത്റാഇൽ മാദിഹ്, മാദിഹിൻ്റെ ഇത്റാഗ് കൊണ്ട് മദ്ഹ് ചെയ്യുന്നവരുടെ അമിതമാക്കൽ കൊണ്ട് ഫിത്നയാകലിനെ തൊട്ട് കാവൽ ചോദിക്കുന്നു. വയല്ലാഹിൽ മുസാമിഹ്, വിട്ടുവീഴ്ചക്കാരൻ്റെ കണ്ണീമ്പൽ കൊണ്ടും. വിട്ടുവീഴ്ചക്കാരുണ്ടാവുമല്ലോ, വിട്ടുചെയ്യാൻ മനസ്ഥിതിയുള്ള ആൾക്കാരുണ്ടാവും, എന്തായാലും പോട്ടെ, അങ്ങനത്തെ ആൾക്കാരും ചെയ്യും. എന്തായി നമ്മൾ കണ്ടാലും കണ്ണ് വീമ്പും, വളരെ പ്രശ്നമാക്കൂല, കണ്ടില്ല എന്ന് നടിക്കും. അതുകൊണ്ട് നമ്മൾ ഫിത്നായി പോകരുത്. പിന്നെ എന്ന് പറഞ്ഞാൽ എന്താ, കണ്ട് ചെമ്മീൻ അല്ലേ. അതിൻ്റെ പേരെങ്ങനെ, അഗ്ളാ യുഗ്ളി ഇഗ്ളാഅൻ അല്ലേ. അതിന് വേറൊരു പദം കൂടി ഉണ്ട്. അതെന്താ, കണ്ണിമ്പടതിന് വേറൊരു പദം കൂടി ഉണ്ട്. അതെന്താ, അഗ്മള. അഗ്മള യുഗ്മിളു ഇഗ്മാളൻ, അഗ്ളാ യുഗ്ളി ഇഗ്ളാഅൻ. രണ്ടിൻ്റെ അർത്ഥം എന്താ, കണ്ട് ചിമ്പീന്ന് ഉണ്ടോ. ഇഗ്മാൾ ഖുർആനിലുണ്ട് ഇല്ലേ. വലാ തയമ്മമുൽ ഖബീസ മിൻഹു തുൻഫിഖൂന വലസ്തും ബിആഖിരിഹി ഇല്ലാ അൻ തുഗ്മിദൂ ഫീഹി അല്ലേ. വലസ്തും ബിആഖിരിഹി ഇല്ലാ അൻ തുഗ്മിദൂ ഫീഹി. വേണ്ടാത്ത സാധനം, ആ സാധനം നിങ്ങൾ കണ്ണിമ്പെങ്കിലല്ലാതെ നിങ്ങൾക്ക് കിട്ടാനുള്ള ആരെങ്കിലും നിങ്ങൾ സ്വീകരിക്കുമോ എന്നതുപോലെ നിങ്ങൾ സക്കാത്ത് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യരുത്, ഹബീസ് കൊടുക്കരുത്. കണ്ണിമ്പ എന്ന് പറഞ്ഞാൽ വിട്ടുവീഴ്ച ചെയ്യാറ്. അങ്ങനെയുണ്ട്. അല്ലേ, അവൻ കണ്ടിമ്പ. വിട്ടുവീഴ്ചക്കാരൻ ഉണ്ടോ. നിന്നോട് ഞങ്ങൾ കിഫായത്ത് ചോദിക്കുന്നത് പോലെ, വിഫായത്ത് ചോദിക്കുന്നത് പോലെ, ഹിഫ്ള് ചോദിക്കുന്നത് പോലെ. എന്തിനെ തൊട്ട് ഹിഫ്ള് ചോദിക്കുന്നു, അല്ല ഇന്തിസാബ, നാട്ടക്കുറിയാകലിനെ തൊട്ട് ഉണ്ടോ. എന്തിന് നാട്ടക്കുറിയാകാൻ, ഇസ്രായേൽ ഖാദിഹ്. ഖാദിഹ് മാദിഹിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഖാദിഹ്. ഖാദിഹ് എന്ന് പറഞ്ഞാൽ സാഹിത്യ ഭാഷയിലെ മലയാളത്തിന് എന്താണ്, മദ്ഹിന് എന്ന് പറയാം മണ്ഡനം, പിന്നെ കഥഹിന് കണ്ടനം, കണ്ടനം മണ്ഡനം എന്നൊക്കെ പറയുന്നത്. പണ്ടൊക്കെ ചെറിയതായി ഞാൻ
പിന്നെ ആഴ്ച പതിപ്പ് വായിച്ച് അത് കുറേ സാഹിത്യവാക്കുകളൊക്കെ ഓർമ്മയുണ്ട്, ഇപ്പം ഒക്കെ മറന്നു. അപ്പൊ ഖണ്ഡനം മണ്ഡലം എന്ന് പറഞ്ഞാൽ അതിന് കഥയും മതഹയും അല്ലേ. അപ്പൊ എന്ന് പറഞ്ഞാൽ മാദിഹിന്റെ ഓപ്പോസിറ്റ്, ഇസ്രായി എന്ന് പറഞ്ഞാൽ ഇസ്രായിന്റെ ഓപ്പോസിറ്റ്. എത്ര പദം നമുക്ക് കിട്ടി? അത്രായുദ്രി ഇത്രായി എന്ന് പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റാണ് അസ്രായുദ്രി ഇകഴ്ത്ത ഉണ്ടോ, ഇകഴ്ത്ത കാദിഹീങ്ങളുടെ ഇകഴ്ത്തല്. കഥഹ എന്ന് പറഞ്ഞാൽ ആ പദത്തിന്റെ അസുരമായ എന്താ പറയുക, പിന്നെ പല്ലിന് പല്ലിൻ്റെ ഉള്ളിൽ പുഴുണ്ടായാൽ അത് പല്ലിനെങ്ങനെ കാർന്ന് തിന്നും അല്ലേ. അതുപോലെ ചില മരത്തിൻ്റെ ഉള്ളിൽ പുഴു കടന്നു കണ്ട് അങ്ങനെ തിന്നും. അപ്പം നമുക്ക് കാണാൻ കഴിയും അതിൻ്റെ പൊടി ഇങ്ങനെ പുറത്തേക്ക് വരുന്നത് അല്ലേ. അതിനാണ് കഥഹ എന്ന് അസലിൽ പറഞ്ഞത്. അതിനുള്ളതാണ് കഥഹ കേട്ടോ. എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളെ ഈ കഥഹി ചെയ്യുന്ന ആൾക്കാർ അല്ലേ, മാനക്കെടുക്കുന്ന ആൾക്കാരങ്ങനല്ലേ, ആ പുഴുവിൻ്റെ അരിയല്ലേ. അപ്പോൾ ഇന്തിസാബ് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് നാട്ടക്കുറിയല്ല. നസബ എന്ന് പറഞ്ഞാൽ എന്താ, നാട്ടി വെച്ചു അല്ലേ. നസബ യൻസിബു നസബൻ, നാട്ടി വെച്ചതിന് എന്ത് പറയും, നുസുബ് അറിയും അല്ലേ. ഈ ബിംബത്തിനൊക്കെ അങ്ങനെ നാട്ടി വെച്ചാൽ ആ നാട്ടിയ ബിംബത്തിനെ കൊണ്ട് നുസുബ് അറിയും. ആ നുസുബിൻ്റെ അമ്മാണ് അൻസാബ് അല്ലേ. അൻസാബ് ഖുർആനില്ലേ, പറക്കമതി. ഇന്നവൽ ഹംറുൽ മൈസിറുൽ അൻസാബുൽ ഇസ്ലാമുൽ ഇസ്മിൻ അമലി ഷൈത്താൻ അല്ലേ അൻസാബ്. അപ്പൊ അൻസാബ് എന്തിൻ്റെ അമ്മാണ്, നുസുബിൻ്റെ അമ്മാണ്. നസബ എന്ന് പറഞ്ഞാൽ അതാണ് നാട്ടി വെച്ചു. അതിൻ്റെ മുത്താബിയാണ് ഇന്ദസബ. അപ്പം നാട്ടൽ സിദ്ധിച്ചു, നാട്ടപ്പെട്ടു അല്ലേ. അപ്പം എന്ത് ചെയ്യുക, ഈ കാദിഹീങ്ങളുടെ ഇകഴ്ത്തലിന് ഞങ്ങൾ നാട്ടക്കുറികളാക്കി. എല്ലാവരും നമ്മളെ തന്നെ കിഴുത്ത, നമ്മളെ തന്നെ മാനക്കെടുക്കുക, എപ്പോഴും മാനക്കെടുക്കുക അല്ലേ. അതും മോശമാണ്. ഇസ്രായേൽ കാദിഹി വഹത്കിൽ ഫാദിഹി. ഹത്ക് എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഹത്ക് പറഞ്ഞാൽ പിച്ചി ചീന്താന്ന് അല്ലേ, പറച്ച് ചീന്താന്ന് അല്ലേ. ഫാദിഹ് പറഞ്ഞാൽ ഭക്ഷണാക്കുന്ന ആള്, നമ്മളെ ഐബുകൾ ഒഴിവാക്കിക്കാണ്ട് നമ്മളെ ആദ്യം പറഞ്ഞ ഊഹൻ്റെ ഫളഹ എന്ന് പറഞ്ഞാൽ നമ്മളെ പോരാത്തരങ്ങൾ വെളിവാക്കി നമ്മളെ വഷളാക്കുന്നതായിരിക്കുന്ന ആളുകൾ നമ്മളെ മറ പറച്ചിന്താണ് ചെയ്യുന്നത് അല്ലേ. അതിനാണ് ഇത് പറഞ്ഞത് ഹത്കുൽ ഫാദിഹ്. എങ്ങനെ പേര്, ഹത്തക്ക യഹ്തികു ഹത്തക്കൻ അല്ലേ. അത് ഹദ്ദാദിനുണ്ട് ഹദ്ദാദിന് എങ്ങനെ ഒരാൾ ആരിമ ലാ തഹ്തിക സിത്റാന്നോ ലാ തഹ്തികി സിത്റാന്നോ. എല്ലാവരും ലാ തഹ്തിക തന്നെ അറിയണേ. ആരാ ലാ തഹ്തിക എന്ന് പറഞ്ഞ കയ്യൊന്ന് വീശാട്ടെ. ലാ തഹ്തിക പറഞ്ഞ കയ്യൊന്ന് വീശാ. നിങ്ങൾക്ക് എന്താ ന്യായം? ലാ തഹ്തികി എന്ന് അറിയാനുള്ള ന്യായം എന്താ? ലാ തഹ്തികി എന്ന് പറയാനുള്ള ന്യായം കാവുസാക്കിനേനി ആയി. കാബിനും സുക്കൂനാണ്, ലാമിനും സുക്കൂനാണ്. രണ്ട് സുക്കൂൻ ഒരുമിച്ച് കൂടുമ്പോൾ തസല്ലുസിൻ്റെ അവസ്ഥയിൽ കെസ്റാണ് എന്നുള്ള നിലക്കാണ് ലാ തഹ്തികി സിത്റ എന്ന് പറഞ്ഞത് അല്ലേ. അങ്ങനെ ചിലവർ പറയും. ചിലവർ അതൊന്നും ആലോചിച്ചാതെ എന്ത് പറയും, ലാ തഹ്തിക സിത്റ എന്ന് പറയും അല്ലേ. കാവുസാക്കിനേനി രക്ഷപ്പെടാനുള്ള മാർഗം കെസ്റാന്നൊന്നും ഓർമ്മയില്ലാതെ എന്ത് പറയും, ലാ തഹ്തിക സിത്റ എന്ന് പറയും. അപ്പൊ നിങ്ങളൊക്കെ അങ്ങനെ വെച്ച് അറിയുന്നവരാ, ലാ തഹ്തിക സിത്റ എന്ന് അറിയുന്നവരാ. അപ്പോ അത് പേവല്ല. ലാ തഹ്തിക സിത്റ എന്ന് പറഞ്ഞത് പേവല്ല.
കാരണം അതിൻ്റെ അസുര ലാ തഹ്തികൻ എന്നാണ് അല്ലേ. ഹഫീഫാൻ്റെ നൂന് എന്തിനോട് സാക്കിനോടടുത്താൽ അവിടെ നൂനെ കളയും. എങ്ങനെ എങ്ങനെ അൽഫിയ പറഞ്ഞേ? യഹ്രിഫ് ഖഫീഫതൻ ലിസാകിനിൻ റദീഫ്. യഹ്രിഫ് ഖഫീഫതൻ ലിസാകിനിൻ റദീഫ്. അപ്പോൾ ഹഫീഫായ നൂനിൻ്റെ ശേഷം എന്ത് വന്നാൽ സാക്കിന് വന്നാൽ ഹഫീഫാൻ്റെ നൂനിനെ കളയും. അപ്പം ലാ തഹ്തികൻ എന്ന് പറഞ്ഞോടത്ത് സാക്കിനായ ലാമു വന്നപ്പം നൂനിനെ കളഞ്ഞു. അപ്പം ലാ തഹ്തിക എന്നായി അല്ലേ. ഷായർ എങ്ങനെ പറഞ്ഞത്? ലാ തുഹീനൽ ഫഖീറ ലാ തുഹീനൽ ഫഖീറ ഇല്ലാക അൻ തർകഅ വതഹ്റു ഖദ് റഫഅ. ഫഖീറിനെ എന്താ മാനം കേൾക്കണ്ട. കാരണം ഈ ഒരു പക്ഷേ റുക്കുകയും ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇത്തിയാർ ചെയ്തിട്ടുണ്ടാവും. കുറച്ചാൽ കഴിയുമ്പോഴേ ഈ അല്പം മോശമായിട്ടുണ്ടാവും. അപ്പോൾ പൊന്തിയിട്ടുണ്ടാവും. അപ്പം ലാ തുഹീനൽ ഫഖീറ, ലാ തുഹീനിൽ ഫഖീറ എന്നല്ല, ലാ തുഹീനൽ ഫഖീറ. കാരണം ലാ തുഹീനൻ എന്നാണ്. ലാ തഹ്തിക സിത്ര എന്ന് പറഞ്ഞാൽ ഈ മുബാലഗത്തിൻ്റെ അർത്ഥം കിട്ടൂല. കിട്ടുമോ? ലാ തഹ്തിക സിത്ര എന്ന് പറഞ്ഞാൽ സിത്ര് പൊളിക്കല്ലേന്നേ വരുള്ളൂ. ലാ തഹ്തിക സിത്ര എന്ന് പറഞ്ഞാൽ ഒരിക്കലും നീ മറന്ന് പൊളിക്കല്ലേ എന്നുള്ളതാണ്. ഇത് മാത്രമല്ല വേറൊരു ഭാഷമുണ്ട്. എന്താണ്? തൗനീസിനെ തോന്നിപ്പിക്കും അല്ലേ. ലാ തദ്രിബി, ലാ തദ്രിബി എന്ന് പറഞ്ഞോടത്ത് നമ്മൾ ഒരു സാക്കിനാണ്ട് കൂടിയാൽ തീക്കാരം ലാ തദ്രിബി റജുല, റജുലിനെ അടിക്കല്ല പെണ്ണേന്ന് അല്ലേ. അപ്പോൾ ആ യാതിനെ കളഞ്ഞാൽ ലാ തദ്രിബി റജുല എന്ന് പറഞ്ഞാൽ ലാ തഹ്തിക സിത്ര എന്ന് പറഞ്ഞാൽ അല്ലാഹു തആലാനെ പെണ്ണാക്കൽ അതും തോന്നും അല്ലേ. അപ്പം നല്ലതെങ്ങനെയാണ്? ലാ തഹ്തിക സിത്ര. അപ്പൊ ഹതക്കന്റെ എന്തൊക്കെ മാനുള്ളത്? ഹതക്കന്റെ പര്യായ പദങ്ങൾ എന്താണ്? ഹതക്ക പറഞ്ഞാല് ചീന്തി അല്ലേ. വേറെ ഒരു പദം കൂടി പറഞ്ഞാട്ടെ ചീന്തി എന്നുള്ളതിന്. വേറൊരു പദം കൂടി പറഞ്ഞാട്ടെ കീറി. ഹറക്ക അല്ലേ. ഹറക്ക ഹറക്ക ഹതക്ക ഹറക്ക